ഹമാസിനെ പരിപൂർണമായി ഫലസ്തീനിൽ നിന്നും അടിച്ചോടിക്കാതെ ഞങ്ങൾ ഫലസ്തീന് മോചനം കൊടുക്കില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ പലപ്പോഴും പറയുന്ന ആ ഒരു ഭാഷ എന്ന് പറയുന്നത് ഫലസ്തീൻ ജനത ഇതിനെ അനുഭവിച്ചേ മതിയാവൂ എന്നുള്ളത് ശരിയായ നിലപാടല്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ ഫലസ്തീനോടൊപ്പം ഐക്യദാർഢ്യവുമായി മുന്നോട്ട് വരുമ്പോൾ ഹമാസ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നില്ല, എന്നിട്ടും ഫലസ്തീനുകാരെ, നിരപരാധികളായ ഫലസ്തീനുകാരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഒളിത്താവളങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞങ്ങൾ സ്പോട്ട് ചെയ്തതായാണ് ഇപ്പോൾ മൊസാദ് പറയുന്നത്. തുർക്കിയിൽ ഞങ്ങൾ പല ഒളിത്താവളങ്ങളും സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നും വളരെ വൈകാതെ അവിടേക്ക് ആക്രമണം അഴിച്ചുവിടുമെന്നും തുർക്കിയിലെ ഹമാസ് താവളങ്ങളിലേക്ക് ഞങ്ങൾ വലിയ തോതിലുള്ള ബോംബാർഡ്മെന്റ് നടത്തുമെന്നുമാണ് ഇപ്പോൾ മൊസാദ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഖത്തറിലേക്ക് ഹമാസിന്റെ ഒളിത്താവളം എന്ന് കരുതി അവിടേക്ക് ആക്രമണം നടത്തിയത് വലിയ തോതിൽ അറബ് രാജ്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു. സൗദി അറേബ്യയും അതുപോലെ തന്നെ ഖത്തറും UAEയും എല്ലാം ഈ കാര്യത്തിൽ ശക്തമായി ഇസ്രയേലിനെതിരെ തിരിഞ്ഞു. അത് ഇസ്രയേലിന് പണിയാകുമെന്ന് മനസ്സിലായതോടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി ഖത്തറിനോട് മാപ്പ് പറഞ്ഞത്. പക്ഷേ അതൊരു കേവലം മുതലക്കണ്ണീർ മാത്രമായാണ് കണക്കാക്കുന്നത്. ഹമാസിനെ തകർക്കാൻ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് മാത്രമല്ല, അറബ് രാജ്യങ്ങളിലേക്കുള്ള അറ്റാക്കിൻ്റെ സൂചനയാണ് ഇത് എന്നുള്ളത് ഇറാൻ അറബ് രാജ്യങ്ങളോട് വിശദീകരിച്ചു. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് ഇറാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. തുർക്കിയാണ് അടുത്ത അവരുടെ ലക്ഷ്യം. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമായ തുർക്കി, ഉർദോഗൻ്റെ കീഴിലുള്ള ഭരണമാണ് തുർക്കിയിലുള്ളത്. റിസബ് തായിബ് ഉർദോഗനുമായി ഒരു സന്ധി സംഭാഷണത്തിന് അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രയേലോ മുതിരുകയില്ല. ഉർദോഗൻ്റെ ലക്ഷ്യങ്ങൾ വളരെ ദൃഢമാണ്. ഉർദോഗൻ നേരത്തെ നിലവിൽ പാകിസ്ഥാൻ്റെ പല ചെയ്തികളെയും സഹായിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഉർദോഗൻ എടുക്കുന്ന സ്റ്റാൻഡ് ഏത് രീതിയിലാണെന്നുള്ളതും നമ്മൾ കൃത്യമായി നോക്കുകയാണ്. ഇറാനുമായി ഉർദോഗൻ അടുപ്പമുണ്ടോ? അടുപ്പമുണ്ടെങ്കിൽ തന്നെ ഷിയ രാജ്യമായ ഇറാനുമായിട്ടുള്ള അടുപ്പം ഏത് തലത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഉർദോഗൻ തുർക്കിയെ നയിക്കുന്ന കാലം അത്രയും ഇറാനുമായിട്ടും അതുപോലെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായുള്ള ഉർദോഗൻ്റെ സഹകരണം എങ്ങനെയായിരുന്നു? ഇതുൾപ്പെടെയുള്ളത് വലിയ തോതിൽ തന്നെയാണ് മൊസാദ് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. തുർക്കിയിലേക്ക് ആക്രമണം നടത്തുകയോ അതല്ലെങ്കിൽ മൊസാദിൻ്റെ പരമ്പരാഗത ശൈലി അവലംബിക്കുകയോ ചെയ്താൽ ഇസ്രയേൽ വിവരമറിയും എന്ന ഭാഷ, കടുത്ത ഭാഷ തന്നെയാണ് റിസബ് തായിബ് ഉർദോഗൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം, ഉർദോഗൻ ഫലസ്തീൻ വിഷയത്തിൽ വളരെ ദൃഢമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത് വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഖാൻ യൂനീസിലും നടക്കുന്ന ആക്രമണങ്ങൾ, അതിനെ അപലപിച്ചുകൊണ്ട് ഉർദോഗൻ ശക്തമായിട്ടുള്ളൊരു താക്കീത് കൊടുത്തു. അവിടെയാണ് തുർക്കിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു എന്ന് അറിയിക്കപ്പെടുന്നത്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ തുർക്കി അല്പം സംയമനം പാലിച്ചുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയറി രക്ഷകരാകേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടും എടുത്തിട്ടുണ്ട്. കാരണം ഇറാനെയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ്റെ നടപടികളെയാണ്. അവിടെ തുർക്കിക്ക് പാകിസ്ഥാനെ പിന്തുണച്ച് ആകെ നാശോന്മുഖമാകേണ്ട കാര്യമില്ല. പകരം ഇറാനോടൊപ്പം നിന്ന് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ തുർക്കിക്കും ശരിയായ പാതയിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പറയുന്നത്.